മെയ് 9 ഈസ്റ്റർ സീസണിലെ 5-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 15:18 മുതൽ 21 വരെ വാക്യങ്ങൾ. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിൽ പരിക്കേറ്റ ജാപ്പനീസ് തടവുകാരെ കൊണ്ടുപോവുകയായിരുന്നു. കപ്പലിലെ മെഡിക്കൽ ഓഫീസർ തടവുകാരെ വളരെ മികച്ച രീതിയിൽ പരിപാലിച്ചു. അപ്പോൾ ചില അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ പ്രതിഷേധിച്ചു. നമ്മുടെ മുറിവേറ്റവരെ അവർ കൈകാര്യം ചെയ്ത അതേ രീതിയിൽ ആ മൃഗങ്ങളോടും കാണിക്കുക, അവർ പറഞ്ഞു. എന്നാൽ മെഡിക്കൽ ഓഫീസർ പ്രതികരിച്ചു, അവർ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് പെരുമാറട്ടെ. ഞാൻ വ്യത്യസ്തമായ ഒരു നിയമമാണ് പിന്തുടരുന്നത്. അത് ആരെയെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരുടെ ഹൃദയത്തിലുള്ള ഏത് വെറുപ്പിനെയും സ്നേഹം കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഈ ലോകത്ത് നമുക്ക് എപ്പോഴെങ്കിലും സമാധാനം ലഭിക്കാനുള്ള ഒരു മാർഗം അതാണ്. തന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവരോട് വ്യക്തമായി പറഞ്ഞു, അവർ തിരിച്ച് സ്നേഹിക്കപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന്. യേശുവിനെ പോലെ സ്നേഹമുള്ള ഒരു വ്യക്തിയെ ആളുകൾ ഇത്ര കഠിനമായി വെറുത്തെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായി അവരോട് പെരുമാറുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അവർ വെറുക്കപ്പെടാനുള്ള കാരണം ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളും മുൻഗണനകളും ഉപയോഗിച്ച് സ്വയം തിരിച്ചറിയാൻ അവർ വിസമ്മതിക്കും എന്നതാണ്. ഭൗതികാസക്തമായ അത്യാഗ്രഹവും മത്സരബുദ്ധിയും പദവിക്കും അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടവും നിരവധി ആളുകളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന വെറുപ്പ്, കോപം, അക്രമം, പ്രതികാരം എന്നിവ അവർ നിരസിക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ കാര്യം ഈ ലോകത്താൽ അവർ സ്നേഹിക്കപ്പെടുന്നു എന്നതാണ്. അതിൻ്റെ അർത്ഥം അവർ ഈ ലോകത്തിൻ്റെ ഭാഗമായി മാറി എന്നാണ്. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, അതിനാൽ ലോകം നിങ്ങളെ വെറുക്കുന്നു. ദാസൻ തൻ്റെ യജമാനേക്കാൾ വലിയവനല്ലെന്ന് അവൻ വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്നു. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വാക്ക് പാലിച്ചെങ്കിൽ അവർ നിങ്ങളുടേതും പാലിക്കും. ഇന്ന് തിരുസഭ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പീറ്റർ നൊളാസ്കയുടെ ഓർമ്മ ആചരിക്കുന്നു. ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ദാനധർമ്മത്തിനും ഭക്തിക്കും പേരുകേട്ടവനായിരുന്നു. തൻ്റെ ജീവിതകാലത്ത് യൂറോപ്പിലും ആഫ്രിക്കയിലും നിരവധി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. പീറ്റർ അവർക്ക് വേണ്ടി മോചനദ്രവ്യം നൽകി അവരെ മോചിപ്പിച്ചു. തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി അദ്ദേഹം ദി ഓർഡർ ഓഫ് ദ ബ്ലെസ്ഡ് വെർജിൻ മേരി ഓഫ് മേഴ്സി എന്ന ഒരു ഓർഡർ തന്നെ സ്ഥാപിച്ചു. അടിമകളായി പിടിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിച്ചു. വല്ലാർപാടത്തുള്ള നാഷണൽ ഷ്രൈൻ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റാൻസം എന്നാണ് അറിയപ്പെടുന്നത്. ആ ദേവാലയത്തിലെ പ്രധാന അൾത്താരെ അലങ്കരിക്കുന്ന ദ ബ്ലെസ്ഡ് വെർജിൻ മേരി ഓഫ് മേഴ്സിയുടെ ഛായാചിത്രം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ദേവാലയത്തിൽ വിശുദ്ധ പീറ്റർ നൊളാസ്കയുടെ ഒരു പ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.